വൈദ്യുതി വേലിയിൽ തട്ടി യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കൊലക്കുറ്റത്തിന് കേസെടുത്ത് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പാലമേൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നൂറനാട് പോലീസ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തിയത്. KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി വേലിയിൽ തട്ടി രാഹുൽ രാജ് എന്ന യുവാവ് മരിച്ച സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൂറനാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. പാലമേൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ ചെറുപ്പക്കാരൻ മരണപ്പെട്ട സ്ഥലം ഒരു ചെറിയ സ്ഥലമാണ്. അതിന് ചുറ്റും കുറ്റി കുഴിച്ചിട്ട് അപകടകരമായ നിലയിൽ യാതൊരു മുൻകരുതലുമില്ലാതെ രണ്ടുപേരും കമ്പികൾ സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ ആ രണ്ടുപേരും കമ്പികളിലൂടെയാണ് വൈദ്യുതി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു പന്നിയുടെ ശല്യത്തെ സംബന്ധിച്ച് അതിന്റെ തുടക്കകാലം മുതൽ സമരമുഖത്ത് നിൽക്കുന്നവരാണ്. ഈ പ്രദേശത്തെ കർഷകരെ സഹായിക്കുവാൻ വേണ്ടി ഇടപെടൽ ഉണ്ടാകണമെന്നും നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടവരാണ് കോൺഗ്രസും കർഷക കോൺഗ്രസും. പക്ഷേ അതേ പ്രതിരോധിക്കുവാൻ നടപടി സ്വീകരിക്കുന്നില്ല, നിർമ്മാർജ്ജനം ചെയ്യുവാൻ നടപടി സ്വീകരിക്കുന്നില്ല. ഇനി നിർമ്മാർജ്ജനം ചെയ്യുവാൻ കഴിയാത്ത തരത്തിലേക്ക് പരാജയപ്പെട്ട ഒരു സർക്കാർ പാവപ്പെട്ട കർഷകരെ കൃഷി സംരക്ഷിക്കുവാൻ വേണ്ടി സോളാർ ഫെൻസിംഗ് അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നു. അങ്ങനെ സോളാർ ഫെൻസിംഗ് നടപ്പിലാക്കിയാൽ കർഷകർക്ക് കൃഷി ചെയ്യുവാൻ കഴിയും. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പരാതികൾ ഉയരുകയും ചെയ്തിട്ട് എന്തുകൊണ്ട് പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല? എന്തിനേറെ പറയുമ്പോൾ 32 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ദാരുണമായി കൊല ചെയ്യപ്പെട്ടിട്ട് പോലും ആ വിഷയത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുവാൻ നിയമത്തിന്റെ മുന്നിലേക്ക് യഥാർത്ഥ കുറ്റവാളികളെ കൊണ്ടുവരാൻ യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറാകാത്ത ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും റവന്യൂ അധികാരികളോ അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അടക്കമുള്ള ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ഒരാൾ പോലും സംഭവ സ്ഥലത്തേക്കൊന്ന് പോകുവാനോ അല്ലെങ്കിൽ ആ മരണപ്പെട്ട ചെറുപ്പക്കാരന്റെ വീട്ടിലേക്കോ ചെല്ലുവാനോ തയ്യാറാകാത്തത് എന്തുകൊണ്ടെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ കേസിന്റെ പ്രതിപ്പട്ടികയിൽ നിലകൊള്ളുന്ന പവർ ഗ്രൂപ്പുകാരനെ പറ്റി ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. മണ്ഡലം പ്രസിഡന്റ് P ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ഈ രാഹുൽ രാജ് മരണപ്പെട്ടത് ഭരണകക്ഷിയുടെ ഒരു MLA സ്ഥാനത്താണ്. ആ നാരായണന്റെ വീട്ടിൽ നിന്നുമാണ് ഈ വൈദ്യുതി എളിയിലേക്ക് വൈദ്യുതി എടുത്തിട്ടുള്ളത്. ഇത് ഈ രാഹുൽ രാജ് മരിച്ച ദിവസം എടുത്ത വൈദ്യുതിയല്ല. മാസങ്ങളായി ഈ പന്നിശല്യം ഉണ്ടാകുന്ന കാലം മുതൽ ആ വൈദ്യുതി അതേ വീട്ടിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. അഡ്വക്കേറ്റ് ഷാജി നൂർനാട്, രാജൻ പൈനിമൂട്ടിൽ, മനോജ് C ശേഖർ, G ഹരിപ്രകാശ്, വേണു കാവേരി, CR ചന്ദ്രൻ, സജീവ് പൈനിമൂട്ടിൽ, അനിൽകുമാർ ഗായത്രി മഠം, ബിജു പനവിള, ജസ്റ്റിൻ ജേക്കബ്, എൻ ഷാജി ഖാൻ, A ഇബ്രാഹിംകുട്ടി, S സാദിഖ്, അനിൽ പാറ്റൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.